ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഒരു കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പല ആൾക്കാർക്കും എപ്പോഴാണ് നമ്മൾ ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയം വരാറുണ്ട്. എന്നാൽ ഡ്രൈവിങ്ങിൽ നമുക്ക് പല സാഹചര്യങ്ങളിലും ഫുൾ ക്ലച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന പല സിറ്റുവേഷനും നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ പല ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഏത് റോഡിൽ ഏത് അവസരത്തിലാണ് ഫുൾ ക്ലച്ചിലേക്ക് വരേണ്ടതെന്ന് ധാരണയില്ല. പല ആൾക്കാരും വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ബ്രേക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇങ്ങനെ സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡ്രൈവിംഗ് പഠിക്കുന്നവർ ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് ഒരു വാഹനം സ്ലോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വന്നിട്ട് വണ്ടി ഇടിച്ചോഫായി പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ നമുക്ക് ഫുൾ ക്ലച്ച് യൂസ് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ക്ലച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഡ്രൈവിങ്ങിൽ ഗുണം ചെയ്യും. അതായത് കൂടുതൽ നമുക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഒപ്പം തന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി സ്ലോ ആയിട്ട് ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങളിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടിയൊക്കെ കയറി വരുന്നു, ഒരു ഇറക്കമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ ഫുൾ ക്ലച്ച് കൃത്യമായിട്ടും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്, പ്രത്യേകിച്ച് തിരക്കുള്ള റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കാണുക. ഓക്കെ, ഇപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ മെല്ലെ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്, റിവേഴ്സ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇവിടെ വീടിന് മുറ്റത്താണ് കിടക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങണം. ഇവിടെ ഇറങ്ങുന്ന ടൈമിൽ തന്നെ എനിക്ക് ഫുൾ ക്ലച്ചിൻ്റെ യൂസ് വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്നത്, ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണെന്ന് കാണിക്കും. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റായിട്ട് ഇത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കുകയാണ്. ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളായപ്പോഴത്തേന് ഇത് ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടുകയാണ്. കാരണം ഒറ്റയടിക്ക് നമുക്ക് പുറയിലേക്ക് ഇറങ്ങി പോകാൻ കഴിയത്തില്ല, കാരണം ബാക്ക് സൈഡ് നോക്കണം. അപ്പോൾ ഇവിടെ ഫുൾ ക്ലച്ചും ഉണ്ട്, ബ്രേക്കും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് മാത്രം അയച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം ബ്രേക്ക് മാത്രം അയച്ചുകൊണ്ട് ഞാനിത് വണ്ടി മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ബ്രേക്ക് മാത്രം ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഞാനിത് വണ്ടി മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങും. നിങ്ങൾ നോക്കുക, ക്ലച്ച് ഫുള്ളി ഔട്ടിട്ടുണ്ട്, ബ്രേക്കിലുണ്ട്. എന്നിട്ട് ഇതേ റോഡിലേക്ക് നമ്മുടെ വണ്ടി ഇതേ ഇങ്ങനെ ഇറങ്ങുകയാണ്, കണ്ടോ. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ടും വണ്ടി ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് നയിച്ചിട്ട് ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വണ്ടി എടുക്കുകയാണ്. ഇനി ഡ്രൈവിങ്ങിൽ നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ പോവാണ്. വണ്ടിക്ക് ഞാൻ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, ആക്സിലറേഷൻ കുറച്ച് കൊടുത്തിട്ട് ക്ലച്ച് പിടിച്ചു, ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇങ്ങനെ പോവാണ്. ഇനി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, അതിനുശേഷം ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇട്ടു. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ വീണ്ടും ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടും. ഇപ്പോൾ ഇങ്ങനെ ഫോർത്തിൽ പോവാണ്, ചെറിയൊരു ഇറക്കമാണ്, അതുകൊണ്ട് എൻ്റെ കാല് ബ്രേക്ക് മതി, നമുക്കിവിടെ ക്ലച്ചിൻ്റെ യൂസ് ഇല്ല. പക്ഷേങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇതേ ചെറിയൊരു ഹമ്പും മറ്റു കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ എൻ്റെ കാലിതേ ഫുൾ ക്ലച്ചിലേക്ക് ഇങ്ങനെ വന്ന് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇടത്തെ കാലം എൻ്റെ ക്ലച്ച് പെടലിലുണ്ട്. കാരണം ഈ ഇടവഴിയിലൂടെ എനിക്ക് വണ്ടി പതുക്കെ മുന്നോട്ട് നീക്കണം. അപ്പം ചിലപ്പോൾ എനിക്ക് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കാലം ക്ലച്ചേ വെച്ചത്. കാരണം ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സൈഡിലൊരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് ഫുള്ളായിട്ടുണ്ട്, കണ്ടോ. അതായത് ഒരു ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ ഇവിടുന്ന് തിരിഞ്ഞത്, കണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക് മാത്രം ചവിട്ടിയാണ് തിരിയുന്നതെങ്കിൽ
നമ്മുടെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ ഈ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിച്ച് ബ്രേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഒരു ജംഗ്ഷനിൽ നിന്ന് ഇറക്കം കൂടിയ ഒരു റോഡിലേക്ക് തിരിയുന്ന സമയത്ത് ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ബ്രേക്ക് ചവിട്ടി കൊടുക്കാം. ചവിട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാതെ ഇതുപോലെ വണ്ടിയെ പതുക്കെ മൂവ് ആക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇറക്കം കൂടിയ ഒരു റോഡിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് വേണം നമ്മൾ ആ ടേൺ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ തിരിയാം. എന്നാൽ ഒരു ജംഗ്ഷൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് മാത്രം, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ബ്രേക്ക് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഒരു ജംഗ്ഷനിലേക്ക് ഇങ്ങനെ തിരിയുന്നതെങ്കിൽ നമ്മൾ തിരിയുന്നതിന് ആനുപാതികമായിട്ട് ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് കൂടുതൽ അമർത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ അമർത്തി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടിയുടെ എൻജിൻ ഓഫായി പോകും. അപ്പോൾ വണ്ടിയുടെ എൻജിൻ ഓഫ് ആകാതിരിക്കാനായിട്ട് ബ്രേക്കിനോടൊപ്പം തന്നെ ആ ഒരു ടൈമിൽ ക്ലച്ചും കൂടെ ചവിട്ടിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ എൻജിൻ ഓഫ് ആകാതെ നമുക്ക് സേഫായിട്ട് ഒരു വണ്ടിയെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ സിറ്റുവേഷനിലൂടെ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ക്ലച്ച് പിടിച്ചു, തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ സങ്കല്പിക്കും, ഞാനിങ്ങനെ വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു വലിയ വണ്ടി ഇങ്ങോട്ട് കയറി വരികയാണ് ഇവിടുന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വന്നത് ഇറക്കം കൂടിയ റോഡാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒതുക്കുകയാണ്. ഇങ്ങനെ ഒതുക്കി പതിയെ എൻ്റെ വണ്ടിയെ മുന്നോട്ട് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇറക്കം കൂടിയ റോഡാണ്. അപ്പം ഇവിടുന്ന് ഒരു വണ്ടി കയറി വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയെ പതിയെ എനിക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബ്രേക്ക് മാത്രം ചവിട്ടി എന്ത് ചെയ്യും, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്തു, ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്കേ വന്നിട്ട് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക, വണ്ടിയെ കയറ്റി വിടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരും. പ്രത്യേകിച്ച് നമ്മളൊരു തിരക്കുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു, ഈ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് മുന്നോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ നമുക്ക് അവിടെ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തുമ്പോൾ ചെറിയ സ്പേസേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓഫാകും. ഇപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ടൈമിൽ ക്ലച്ചും കൂടെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത് ഡ്രൈവിങ്ങിലെ ഒരു ബാലൻസ് ആണ്. ക്ലച്ചിൻ്റെ ഒരു ഉപയോഗം ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പല ആൾക്കാർക്കും ചെയ്യാൻ അറിയത്തില്ല, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. എന്നാൽ ഡ്രൈവിങ്ങിൽ നമ്മൾ ഇത് ബാലൻസ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ വേഗത്തിൽ ഡ്രൈവിംഗ് പഠിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, ഇവിടെ ഒരു വളവാണ്. അപ്പോൾ വളവിൽ ഇത് എൻ്റെ കാലിങ്ങനെ ബ്രേക്ക് വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് വരുന്ന സമയത്ത് ഈ വളവിലൊരു വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഈ വെളിയിലേക്ക് ഇറക്കേണ്ടി വരും. അപ്പോൾ ബ്രേക്ക് ഞാനിവിടെ കൂടുതൽ ചവിട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ക്ലച്ചും കൊണ്ട് ചവിട്ടുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എൻ്റെ വണ്ടി ഒതുക്കുകയാണ്. ഇവിടുന്ന് ഒരു വണ്ടി കയറിപ്പോയി. അപ്പോൾ ഞാൻ ബ്രേക്കിനോടൊപ്പം ഇവിടെ ക്ലച്ചും കൂടെ ചവിട്ടിയപ്പോൾ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഇടിക്കാതെ എനിക്ക് വണ്ടിയെ സ്മൂത്തായിട്ട് തന്നെ നിർത്താനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം. ശ്രദ്ധിച്ച് കാണുക. അതായത് നമ്മുടെ വണ്ടി ഓരോ സൈഡിലും നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരുന്നു, അല്ലെ സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്കൊരു യു ടേൺ എടുക്കുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുക, ഞാൻ ഒരു യു ടേൺ എടുക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നു, ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇങ്ങനെ തിരിയാണ്. ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ഒന്ന് ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് മെല്ലെ ബ്രേക്കേ വന്ന് എൻ്റെ വണ്ടി ഇത് സ്ലോ ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, ഫുൾ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഈ സൈഡിലൊന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. ഞാനിതേ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ വണ്ടി ഈ സൈഡിലേക്ക് ഒതുക്കുന്നു, എന്നിട്ട് ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എന്താണ് ചവിട്ടിയത്, ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു സന്ദർഭം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരു ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഒരു യൂസ് നിങ്ങളെ കാണിച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് കൊടുത്തു, വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണ്, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും ഞാൻ നാലാമത്തെ ഗിയർ ഇടുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മൾ ഇവിടെ ഒരു വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഇറക്കത്തിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ്. വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് ഒരു വണ്ടി കയറി വരും, നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് നോക്കുകയാണ്.
കൊടുക്കുമ്പോൾ ഇതേ ഇവിടെ നോക്കുക, ഈ സൈഡിൽ ഭയങ്കര കട്ടിങ്ങാണ്. അപ്പോൾ എനിക്ക് കയറി ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഈ കട്ടിങ്ങിലേക്ക് ഇറക്കാനും പറ്റത്തില്ല, കാരണം ഇവിടെ കുഴിയാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ബ്രേക്ക് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ചവിട്ടുക, ഒപ്പം എന്ത് ചെയ്യുക? ക്ലച്ച് ചവിട്ടുക. അതായത് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്നതിനനുസരിച്ച് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് നമ്മുടെ വണ്ടി ഇതുപോലെ സൈഡിലേക്ക് നമുക്ക് ചേർക്കാം. കുഴി നോക്കി മനസ്സിലാക്കി ഇങ്ങനെ ചേർത്ത് ഒതുക്കി നിർത്താം. ഒതുക്കി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓപ്പോസിറ്റുള്ള വണ്ടി പോയിക്കോളും. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു വണ്ടി കയറി വരുന്നു എന്ന് കരുതിയാൽ, ഒരു വലിയ ബസ്സോ ലോറിയോ ഒക്കെ കയറി വരുന്നു എന്ന് കരുതിയാൽ അപ്പം തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ സൈഡിലേക്ക് ബ്രേക്കിലും കൂടെ വന്ന് ഒതുക്കി നിർത്തുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, ചെറിയ ഇറക്കങ്ങളിൽ ചെന്നിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിൽ പതുക്കെ ഇറങ്ങും. അത് ചെറിയ ഇറക്കങ്ങളിലെ കാര്യമാണ്. പക്ഷേങ്കിൽ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇതല്ല ചെയ്യുന്നത്. കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താണ്ട് ഇറങ്ങുന്നത്. അത് കുത്തനെയുള്ള ഇറക്കങ്ങളിലാണ്. കാരണം നല്ല കുത്തനെയുള്ള ഇറക്കം, അവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. എന്നാൽ നമ്മുടെ വണ്ടി ഒതുക്കി നിർത്തേണ്ട സിറ്റുവേഷനിൽ ചെറിയ ഇറക്കങ്ങൾ, ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്നു, ഇങ്ങനെ സന്ദർഭങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ടും ഉണ്ടാവും, കുത്തനെയുള്ള ഒരു ഇറക്കത്തെ നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വലിയൊരു വണ്ടി കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒതുക്കാനായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടണ്ടേ? തീർച്ചയായിട്ടും ചവിട്ടണം. അവിടെ നമ്മൾ ചവിട്ടി കൊടുത്തെന്ന പരിധി വണ്ടി ഓഫായി പോകത്തില്ല. കാരണം എന്താണ്? നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെ ബ്രേക്ക് താങ്ങി നമ്മൾ ഇറങ്ങി വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് ചെറിയ റണ്ണിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഒന്ന് ചവിട്ടി വണ്ടി നിർത്താനായിട്ട് ശ്രമിച്ചാലും വണ്ടി അവിടെ നിന്നു പോകാതിരിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇറങ്ങി വരുന്നത് കുറച്ച് സ്പീഡിലാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി വരുമ്പോൾ ചെറിയ രീതിയിൽ ബ്രേക്ക് കൊടുത്ത് അത്യാവശ്യം റണ്ണിങ്ങിലാണ് വണ്ടി വരുന്നതെങ്കിൽ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും കൊണ്ട് ചവിട്ടിയാൽ ചിലപ്പം വണ്ടി നിൽക്കണമെന്നോ അല്ലെങ്കിൽ നിർത്തിയ വണ്ടി ചിലപ്പോൾ തെന്നിപ്പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ കയറ്റമാണ്, ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. പോകാനായിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇത് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തിരക്കുള്ള റോഡിലും ഇറക്കം കൂടിയ തിരക്കുള്ള റോഡുകളിലാണ്. അതൊരു ട്രാഫിക്കിലാകാം, ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നിന്ന് ഒരു ഇറക്കം കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് തിരിയുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു യു ടേൺ എടുക്കുന്ന സിറ്റുവേഷനിൽ, നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ലച്ചും ബ്രേക്കും, ഫുൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാനതെല്ലാം, ഒട്ടുമിക്ക ആൾക്കാരുടെയും കമൻറ്റ്സ് ഞാൻ നോക്കാറുണ്ട്. എല്ലാവർക്കും എല്ലായ്പ്പോഴും റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ഇതുവരെയും വീഡിയോകളായിട്ട് ചെയ്തിട്ടില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഞാൻ വീഡിയോകൾ ചെയ്തിടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രൈവിംഗ് ട്രിക്കുകളും ടിപ്സുകളും സീക്രട്ടുകളും ഒക്കെ ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം എൻ്റെ വാട്സപ്പ് നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് ട്രിക്കുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.